السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد, ബുദ്ധിപരമായി അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരും ഇങ്ങേയറ്റം മേലേക്കിടയിലുള്ളവരും വ്യത്യാസമില്ലാതെ എല്ലാവരും ദിവസേന കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നവയും അള്ളാഹുവിൻ്റെ പരമമായ കഴിവിനെയും സൃഷ്ടി വൈഭവത്തെയും കൈകാര്യ നിയന്ത്രണത്തെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും കാരുണ്യത്തെയും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നതുമായ കുറേ ദൃഷ്ടാന്തങ്ങളും നിത്യ അനുഗ്രഹങ്ങളുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ആകാശത്തുനിന്ന് വെള്ളം ഇറക്കി അതുകൊണ്ട് തന്നെ പഴങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണമായി ഉൽപ്പാദിപ്പിച്ചു. സമുദ്രത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടി സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലുകൾ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. നദികളെ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വിധേയമാക്കി തന്നു. ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാട്ടുകയും അള്ളാഹുവിനെ ഇബാദത്തെടുക്കാനും അനുസരിക്കാനും നിങ്ങൾ വിസമ്മതിക്കുകയും ആ അള്ളാഹുവിന് പങ്കാളികളെ ആരോപിച്ചുകൊണ്ട് നിങ്ങൾ ശിർക്കുകയും ചെയ്യുകയും ചെയ്യുന്ന അതേ അള്ളാഹു തന്നെയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നിങ്ങൾക്ക് ഇതൊക്കെ വിധേയമാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾക്ക് തോന്നിയ പോലെ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കീഴ്പ്പെടുത്തൽ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയിൽ പറഞ്ഞ ഓരോ അനുഗ്രഹങ്ങളും മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് അവന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് ഉപയോഗപ്പെടുത്തുന്നു. അതിനുള്ള സൗകര്യം അള്ളാഹു നൽകി എന്നുള്ളതാണ്. അല്ലാതെ സൂര്യചന്ദ്രന്മാരുടെ ചലനമോ രാപ്പകലുടെ വ്യത്യാസമോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വലിയ നിയന്ത്രണ ശക്തി ആ മനുഷ്യനില്ല. പക്ഷേ അള്ളാഹു മനുഷ്യന് അനുഗ്രഹിച്ച് നൽകിയ കുറേ കാര്യങ്ങൾ അവന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നതാണ് ഈ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ വിധേയമാക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.